കേരളത്തിൽ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മാല ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ നടക്കുന്നതിനാൽ നിലവിൽ SIR നടത്തുന്നത് ഭരണപരമായ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. എന്നാൽ ഇക്കാര്യം തള്ളി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട്. ബി ബാലഗോപാലുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഗുഡ് മോർണിംഗ് ബാലഗോപാൽ. ഇന്നറിയാം ഇതിന്റെ വിശദാംശങ്ങൾ അല്ലേ? ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് നിർത്തിവെക്കാൻ കഴിയില്ല എന്നത്. പറയൂ. മോത്തി, ഗുഡ് മോർണിംഗ്. ഈ കേരളത്തിലെ SIRന്റെ ഭാവി എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഇന്നൊരു കൃത്യമായ ഒരു ധാരണ ലഭിക്കുന്നതായിരിക്കും. കാരണം ഇന്ന് കേരളത്തിലെ SIRമായി ബന്ധപ്പെട്ട ഹർജികൾ പ്രത്യേകമായി വാദം കേൾക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിൻ്റെ ആവശ്യം പിഴയോടെ തള്ളണമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഈ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഈ SIRും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഭരണപരമായ പ്രതിസന്ധി ഉണ്ടാകും. അത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നാണ് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത് ഏതാണ്ട് ഈ SIRുമായി ബന്ധപ്പെട്ട കേരളത്തിലെ നടപടികൾ, അതായത് എന്യൂമറേഷൻ വിതരണം, അതുപോലെ തന്നെ ഡിജിറ്റൈസേഷൻ, ഇതൊക്കെ ഭൂരിഭാഗ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ട് അത് മാറ്റിവെക്കാൻ വേണ്ടി കഴിയില്ല. ഈ രാഷ്ട്രീയമാണ് ഈ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ കളിക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള പ്രതിസന്ധിയുമില്ല. ഏതായാലും പിഴയോടുകൂടി സംസ്ഥാന സർക്കാരിൻ്റെയും മറ്റ് ഹർജിക്കാരുടെയും, അതായത് CPMൻ്റെയും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും CPIയുടെയും ഒക്കെ ഹർജികൾ തള്ളണമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ കഴിഞ്ഞ തവണ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ സംസ്ഥാനത്ത് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഏതെങ്കിലും തരത്തിൽ ഈ SIR പ്രതിസന്ധി സൃഷ്ടിക്കുന്നോ എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം സുപ്രീം കോടതി ആരാഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം അവരും ഒരു സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു തരത്തിലും ഈ SIR പ്രതിസന്ധി സൃഷ്ടിക്കുന്നില്ല എന്നൊരു നിലപാടാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ഇതെല്ലാം പരിഗണിച്ചായിരിക്കും ഇന്ന് കോടതി ഒരു തീരുമാനമുണ്ടാക്കുക. ഇന്ന് ഒരു ഇടക്കാല ഉത്തരവ്, അതായത് ഒരു സ്റ്റേ ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എങ്കിൽ ഈ SIRുമായി ബന്ധപ്പെട്ട നടപടികളിൽ പിന്നെ ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. കാരണം അത് ഏറെക്കുറെ അവസാനിക്കുന്ന അല്ലെങ്കിൽ നേരത്തെ ടൈം ഷെഡ്യൂൾ പ്രകാരം മുന്നോട്ട് പോകാനാണ് സാധ്യത. ഏതായാലും ഇന്ന് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം, അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് അംഗീകരിക്കുക, അതല്ല എങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയും സംസ്ഥാനത്ത് നിന്നുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് അംഗീകരിക്കുകയും സ്റ്റേ ആവശ്യത്തിൽ അംഗീകരിക്കുകയോ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോത്തി. ശരി ബാലഗോപാൽ.